പ്രചോദനാത്മകമായ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ ഭരിക്കും. ബുദ്ധൻ. ചിന്താ കടുവയെ മെരുക്കുക. നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരു ചെറിയ കടുവ ജീവിക്കുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഈ കടുവ ശാന്തനാണ്, ഒപ്പം ലെഗോസ് ഉപയോഗിച്ച് പണിയുകയോ കടൽക്കൊള്ളക്കാരെ കളിക്കുകയോ പോലുള്ള രസകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. എന്നാൽ മറ്റ് സമയങ്ങളിൽ കടുവ ആശങ്കകളോ പിറുപിറുപ്പുള്ള ചിന്തകളോ കൊണ്ട് അലറുന്നു. ഇത് നിങ്ങളുടെ മനസ്സിന് ചുറ്റും സഞ്ചരിക്കുന്നു. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സന്തോഷിക്കാനോ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ ഭരിക്കും എന്ന ഈ ഉദ്ധരണി അർത്ഥമാക്കുന്നത് കടുവയെ പരിശീലിപ്പിക്കുന്നതുപോലെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് പഠിക്കാം എന്നാണ്. എങ്ങനെയെന്ന് കാണിക്കാൻ ഇതാ ഒരു കഥ. പണ്ട് മായ എന്നൊരു കൊച്ചു പെൺകുട്ടിയുണ്ടായിരുന്നു. മായയ്ക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു മുഷിഞ്ഞ കടുവ അവളുടെ തലയിൽ അലറുന്നു. നിങ്ങൾ വരയ്ക്കുന്നതിൽ ഭയങ്കരാണ്, അത് അലറി വിളിക്കും. മായ നിരുത്സാഹപ്പെടുത്തുകയും അവളുടെ ക്രയോണുകൾ മാറ്റിവെക്കുകയും ചെയ്യും. ഒരു ദിവസം മായയുടെ മുത്തച്ഛൻ, ബുദ്ധിമാനായ ഒരു പഴയ കലാകാരൻ, അവൾ സങ്കടത്തോടെ നോക്കുന്നത് കണ്ടു. എന്താടാ കൊച്ചേ, അവൻ ചോദിച്ചു. മുഷിഞ്ഞ കടുവയെക്കുറിച്ച് മായ വിശദീകരിച്ചു. മുത്തച്ഛൻ ചിരിച്ചു. ഓ ചിന്താ കടുവ, നമുക്കെല്ലാവർക്കും ഒന്നുണ്ട്. എന്നാൽ ഓർക്കുക മായ, നീയാണ് കടുവയെ മെരുക്കുന്നവൻ. അപ്പൂപ്പൻ മായയ്ക്ക് ഒരു പ്രത്യേക വിസിൽ കൊടുത്തു. കടുവ അലറുമ്പോഴെല്ലാം ഈ വിസിൽ ഊതി പറയൂ, ആ ചിന്തകൾ നിർത്തൂ. ഞാനാണ് ഇവിടെ ചുമതല വഹിക്കുന്നത്. അടുത്ത ദിവസം മായ ഒരു സൂര്യപ്രകാശമഞ്ഞ പൂച്ചയുടെ ചിത്രം വരയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് കടുവ അലറി. ആ പൂച്ച മണ്ടത്തരമാണെന്ന് തോന്നുന്നു. മുത്തശ്ശന്റെ വാക്കുകൾ മായ ഓർത്തു. അവൾ ഒരു ദീർഘനിശ്വാസമെടുത്തു, വിസിൽ മുഴക്കി, ആ ചിന്തകൾ നിർത്തൂ. ഞാനാണ് ഇവിടെ ചുമതല വഹിക്കുന്നത്. കടുവ അല്പം പിറുപിറുത്തു, പക്ഷേ മായ വരച്ചുകൊണ്ടിരുന്നു. അവൾ സൂര്യപ്രകാശത്തിന്റെ മഞ്ഞ രോമങ്ങളിലും തിളങ്ങുന്ന നീല കണ്ണുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പറഞ്ഞു തീർന്നപ്പോൾ അവൾ ചിരിച്ചു. അവളുടെ പൂച്ച തികഞ്ഞവനായിരിക്കില്ല, പക്ഷേ അത് സന്തോഷത്തോടെയും കളിയായും കാണപ്പെട്ടു. അന്നുമുതൽ ചിന്താ കടുവ അവളെ താഴെയിറക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം മായ വിസിൽ മുഴക്കി ചുമതലയേൽക്കും. അവളുടെ ചിന്തകൾ അവളെ നിയന്ത്രിക്കേണ്ടതില്ലെന്ന് അവൾ മനസ്സിലാക്കി. അവൾക്ക് സന്തോഷവാനായിരിക്കാനും അതിശയകരമായ കല സൃഷ്ടിക്കുന്നത് തുടരാനും തിരഞ്ഞെടുക്കാം. ഓർക്കുക, നിങ്ങളുടെ ചിന്തകളെ മെരുക്കുന്നവൻ നിങ്ങളാണ്. മായെപ്പോലെ നിങ്ങളുടെ തലയിലെ മുഷിഞ്ഞ കടുവയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പഠിക്കാം. ചില നുറുങ്ങുകൾ ഇതാ. ഒരു ദീർഘനിശ്വാസം എടുക്കുക. ഒരു മോശം ചിന്ത വരുന്നതായി തോന്നുമ്പോൾ നിർത്തി വലിയതും സാവധാനത്തിലുള്ളതുമായ ശ്വാസം എടുക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ വിസിൽ മുഴക്കുക. ആലങ്കാരികമായി നിങ്ങളുടെ ചിന്തകൾ നിർത്താൻ പറയാൻ നിങ്ങൾക്ക് ഒരു വിസിൽ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. സന്തോഷകരമായ ചിന്തകൾ ചിന്തിക്കുക. പോസിറ്റീവ് ആശയങ്ങളും നിങ്ങളെ പുഞ്ചിരിക്കുന്ന കാര്യങ്ങളും കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുക. പരിശീലനം മികച്ചതാക്കുന്നു. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കാൻ സമയമെടുക്കും. പരിശീലിക്കുന്നത് തുടരുക. നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ചിന്താ കടുവയെ മെരുക്കുന്നതിലൂടെ മായെപ്പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും സന്തോഷകരവും സർഗാത്മകവുമായ പതിപ്പാകാൻ കഴിയും. കണ്ടതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.